السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, ഖുർആനിൻ്റെ അമാനുഷികത എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം നിങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഗ്രന്ഥരൂപത്തിൽ നിലനിൽക്കുന്ന തൗഹീദിന്റെ ഗ്രന്ഥം ഇത് മാത്രമാണ്. പ്രവാചകന്മാർക്ക് അവതരിച്ചു കിട്ടിയ മുൻ വേദഗ്രന്ഥങ്ങൾ ഗ്രന്ഥരൂപത്തിൽ നിലനിൽക്കാത്തവയോ തൗഹീദിന്റെ ആശയത്തിന് ഭ്രംശം സംഭവിച്ചതോ ഉള്ളതാണ്. ലോകത്ത് ഇന്ന് വരെ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ സർവ്വ വിഷയങ്ങളും ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്റെ ഒട്ടകത്തിന്റെ കയർ നഷ്ടപ്പെട്ടാൽ ഞാനത് ഖുർആനിൽ നിന്ന് കണ്ടെത്തുമെന്ന് മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രസ്തുത ആശയത്തിന് ശക്തി പകരുന്നുണ്ട്. 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാവുന്ന അത്രയും വ്യാഖ്യാനം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് നൽകാൻ പറ്റുമെന്ന് മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖുർആനിലെ ഓരോ അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും സമുദ്ര സമാനമായ ആശയത്തെ സൂചിപ്പിക്കുന്നതിനോടൊപ്പം ഖുർആനിനെ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യതിരക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അറബി സാഹിത്യത്തിൽ ഉന്നത സ്ഥാനം കൈവരിച്ച ഒരു സമൂഹത്തിലേക്കാണ് ഖുർആൻ അവതീർണമായിട്ടുള്ളത്. കവികളും പ്രസംഗകരും ചിന്തകന്മാരും നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ഖുർആനിന് തുല്യമായൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു തആല വെല്ലുവിളി ഉയർത്തിയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കുന്നതിന് ഖുർആൻ വിരുദ്ധർക്ക് നീണ്ട 20 വർഷത്തിലധികം അവസരം ലഭിച്ചിട്ടും അന്നത്തെ സാഹിത്യ സാമ്രാട്ടുകൾക്ക് അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. സൂറത്തുൽ ഇസ്രായിലെ 88-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു, കുല്ല ഇൻ ജതമഅതുൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതു ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദൻ ലഹീറാ. മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചു ചേർന്ന് പരസ്പരം സഹായിച്ചാലും ഖുർആന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല എന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഈ വെല്ലുവിളി ചിലർ സ്വീകരിച്ചു വരുന്നത് വിസ്മരിക്കുകയല്ല. എന്നാൽ അവയെല്ലാം അക്കാലത്തെ സാഹിത്യ തമ്പുരാക്കന്മാർ തന്നെ ചുരുട്ടി മടക്കി ചവറ്റുകുട്ടയിൽ എറിഞ്ഞു എന്നതാണ് ചരിത്രം. ഇക്കഴിഞ്ഞ കോവിഡ് കാലത്തും ഇങ്ങനെ ഒരു വാറോലയുമായി കടന്നു വന്നത് നാം കണ്ടതാണ്. സൂറത്ത് കോവിഡ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആ സൃഷ്ടിക്ക് വിദ്യാഭ്യാസ സാഹിത്യ അവബോധമുള്ള സമൂഹത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തകർന്ന് തരിപ്പണമായതും നാം കണ്ടതാണ്. വിവരണങ്ങളുടെ കൃത്യതയാണ് ഖുർആനിന്റെ മറ്റൊരു പ്രത്യേകത. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പുതിയ കാലത്ത് എന്തെല്ലാം മേഖലകളിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾക്ക് ലോകം സാക്ഷിയായി. അതിന്റെ പേരിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഖുർആൻ നടത്തിയ ഏതെങ്കിലും ഒരാശയത്തെ തിരുത്തേണ്ടി വന്നിട്ടുണ്ടോ? ഗതകാല വിവരണങ്ങളുടെ കൃത്യതയാണ് ഖുർആനിന്റെ മറ്റൊരു സവിശേഷത. പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ആരംഭം, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്,
സമുദ്രവും കരയും മലകളും വൃക്ഷങ്ങളും സൃഷ്ടിച്ചതിന്റെ പൊരുളുകളും, അതുപോലെ തന്നെ ഭൂമിക്ക് അടിയിലും സമുദ്ര അന്തർഭാഗത്തും സംവിധാനിക്കപ്പെട്ട രാസമൂലങ്ങളുടെ വിവരണം തുടങ്ങി നിരവധി കാര്യങ്ങൾ കൃത്യതയോടെ ഖുർആൻ വിവരിക്കുന്നുണ്ട്. മാത്രമല്ല 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം 7-ാം ദിവസം വിശ്രമിക്കാൻ പോയി എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുമ്പോൾ അവയുടെ സൃഷ്ടികർമ്മം കൊണ്ട് യാതൊരുവിധ ക്ഷീണവും പിടികൂടിയിട്ടില്ല എന്ന്, അള്ളാഹുവിന് പിടികൂടിയിട്ടില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കി പറയുന്നുണ്ട്. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.